ശബരിമലയിലെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. സ്വർണ്ണപ്പാളി മോഷണ വിവാദത്തിനിടെ കണക്കെടുപ്പിനായി ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇന്ന് സന്നിധാനത്തെത്തും. സന്നിധാനത്തെ സ്ട്രോങ് റൂമിലും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി എത്തിച്ച ദ്വാരപാലക പാളികളും ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധിക്കും. അതേസമയം സ്വർണ്ണ മോഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഉൾപ്പെടെ 9 ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കുമെന്നാണ് അറിയുന്നത്. ഇവരെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് വൈകാതെ അന്വേഷണ സംഘം കടക്കും. വിവരങ്ങളുമായി ശശി നാരായണനാണ് ചേരുന്നത്. ശശി, ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ്. ശബരിമലയിൽ ഇത്തരത്തിൽ അവിടെ എത്തുന്ന സ്വർണത്തിനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കുമൊന്നും ഒരു കണക്കില്ലേ എന്ന പൊതുജനങ്ങളുടെ വലിയ ചോദ്യത്തിനൊരു മറുപടി ആയിരിക്കുമോ ഇന്ന് അവിടെ എത്തി കണക്കെടുക്കുന്ന ആ ഒരു ഘട്ടം എന്നുള്ളത്? എപ്പോഴാണ് അദ്ദേഹം അവിടെ എത്തുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് അശ്വതി. തീർച്ചയായും അശ്വതി പറഞ്ഞ കാര്യം ശരിയാണ്. കാരണം ഈ വലിയ വിവാദം, സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ ഏതായാലും അതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇപ്പോൾ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. സന്നിധാനത്ത് കണക്കെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും. പ്രധാനമായും ഈ സ്വർണ്ണപ്പാളി കഴിഞ്ഞ ഓണ സമയത്ത് കൊണ്ടുപോയ ദ്വാരപാലകരുടെ സ്വർണത്തിലുണ്ടായ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ കണക്കുകളൊക്കെ പ്രധാനമായും തുടങ്ങുക. കാരണം അതുമായി ബന്ധപ്പെട്ടാണ് ആദ്യം വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നീട് ഓരോ കാര്യങ്ങളും രേഖകളിൽ പ്രശ്നം ഉണ്ടാകുന്നു, അതുപോലെ തന്നെ മകസറി പ്രശ്നം ഉണ്ടാകുന്നു. അത്തരത്തിൽ അതെല്ലാം കണ്ടെത്തുന്നു. അത്തരത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നിലവിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ച് കൃത്യമായ ഒരു കണക്കെടുപ്പ് നടത്താൻ വേണ്ടിയാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ എത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് അദ്ദേഹം പമ്പയിലെത്തിയത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് അദ്ദേഹം സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ 2 ദിവസം ഇന്നും നാളെയും അത് സംബന്ധിച്ചുള്ള പരിശോധനകളും കണക്കെടുപ്പും ഒക്കെ പൂർത്തിയാക്കും. സ്ട്രോങ് റൂമാണ് പ്രധാനമായും പരിശോധിക്കുക. എന്നിട്ട് ഈ സ്വർണ്ണവുമായി ബന്ധപ്പെട്ടുള്ള കുറവ് വന്നിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം കൃത്യമായി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം എത്തിയിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ അതിനുശേഷമായിരിക്കും ഇന്നും നാളെയും അവിടെ പരിശോധന നടത്തിയ ശേഷം നാളെ ആയിരിക്കും അദ്ദേഹം ആറന്മുളയിലെ സ്ട്രോങ് റൂമിലെത്തി ഈ തിരുവാഭരണങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം ഉള്ള ദേവന് കിട്ടിയിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ, രേഖകളെല്ലാം പരിശോധിക്കാൻ അദ്ദേഹം നാളെ ആറന്മുള ക്ഷേത്രത്തിലും ഉള്ള സ്ട്രോങ് റൂമിലെത്തി പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അദ്ദേഹം മടങ്ങുക. എന്തായാലും കേരളത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങളെ സംബന്ധിച്ചുള്ള സമരങ്ങൾ നടക്കുന്നു. സർക്കാരിന് തന്നെ വലിയ പ്രതിച്ഛായയ്ക്ക്, ദേവസ്വം ബോർഡിന് പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കോടതിയെ സംബന്ധിച്ചും ഈ കേസ് കൃത്യമായി ദേവസ്വം ബോർഡ് ബെഞ്ചിനെ സംബന്ധിച്ചൊക്കെ ഈ പറയുന്നത് കൃത്യമായി ഇത് ആളുകളുടെ, അതായത് ഭക്തരുടെ പരാതി, അവരുടെ ആശങ്ക അകറ്റുക എന്നുള്ളതാണ്. അതിന് ഒരു അന്വേഷണം നിലയ്ക്ക് തന്നെയാണ് തീർച്ചയായും അതാണ് ശശി. ഈ ഇത്തരത്തിൽ ഈ ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇന്ന് സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ആ ഒരു പ്രോസസ്സ് വളരെ സങ്കീർണമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വർഷങ്ങളായുള്ള കണക്ക് അത് രജിസ്റ്ററിലേക്ക് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് നോക്കണം, സ്ട്രോങ് റൂമിലുള്ള കാര്യങ്ങൾ നോക്കണം. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലുമുള്ള ഒരു വിശദമായ പരിശോധന തന്നെയല്ലേ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? അശ്വതി, തീർച്ചയായും അത് തന്നെയാണ്. വിശദമായ ഒരു പരിശോധന തന്നെയാണ് ഉണ്ടാകുന്നത്. ഇനിയും ഈ ഒരുപക്ഷെ ഈ മകസറിലും ഈ രേഖകളിലും ഒക്കെ വീഴ്ചകൾ കണ്ടത്. ഇനി ഇതല്ലാതെ നമ്മൾ ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന രഹസ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും വീഴ്ചകൾ ഉദ്യോഗസ്ഥലത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി പരിശോധന ഉണ്ടാകും. അത് മുൻകാല രജിസ്റ്ററുകളൊക്കെ പരിശോധിച്ചെങ്കിൽ മാത്രമേ എന്തെല്ലാം തരത്തിലുള്ള വീഴ്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ സ്വർണ്ണപ്പാളിയുടെ കുറവല്ലാതെ തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഈ പരിശോധനയിൽ കൂടി മാത്രമേ കണ്ടെത്താൻ കഴിയൂ. അതുകൊണ്ടാണ് വിശദമായ ഒരു പരിശോധന സ്ട്രോങ് റൂമിന് ശബരിമലയിലും ഒപ്പം ആറന്മുള സ്ട്രോങ് റൂമിലും പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുള്ള വലിയ വിവാദമായ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിശദമായ രീതിയിൽ ഒരു കോടതിയുടെ ഒരു നിരീക്ഷണത്തോടു കൂടി പരിശോധന നടത്തുന്നത്. എന്തായാലും ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി, നമ്മൾ ആദ്യഘട്ടത്തിൽ ദ്വാരപാലകളുടെ സ്വർണം ഇവിടുന്ന് അനുമതിയില്ലാതെ കൊണ്ടുപോയി എന്ന് മാത്രമാണ് ആദ്യം പുറത്തു വന്ന വാർത്ത. പിന്നീട് അന്വേഷണത്തിലാണ് ഇത്തരം വലിയ വലിയ വിവാദങ്ങളിലേക്ക് ഈ സ്വർണം കൊണ്ടുപോയി ബന്ധപ്പെട്ട സ്വർണത്തിൽ കുറവ് വരുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു പരിശോധനയും കണക്കെടുപ്പും ശബരിമലയിൽ കിട്ടിയിട്ടുള്ള ദേവന് കിട്ടിയുള്ള സ്വർണ്ണങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്കെടുപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ രേഖകൾ, രജിസ്റ്ററുകൾ, മകസറുകൾ ഇതെല്ലാം കൃത്യമായി ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധിക്കും. ഈ ശബരിമലയിൽ കൂടാതെ ആറന്മുളയിൽ എത്തിയതിനു ശേഷം അവിടെയും ഉള്ള ഈ നാൾവഴി രജിസ്റ്ററുകളൊക്കെ പരിശോധിച്ചായിരിക്കും റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുക. ശരി ശശി, നമുക്കൊപ്പം ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ഈ സ്വർണ്ണ മോഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് അറിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ഈ മുരാരി ബാബുവും ഉൾപ്പെടെ 9 പേർക്കെതിരെ ആണ്, അല്ലെങ്കിൽ അവരെ പ്രതി ചേർത്തേക്കുമെന്നാണല്ലോ അറിയുന്നത്. നേരത്തെ ശശിനാരായണൻ പറഞ്ഞതുപോലെ ഈ സ്വർണ്ണപ്പാളി വിവാദത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ തുടങ്ങിയതെങ്കിലും പിന്നീട് തുടരെ നിരവധി വസ്തുക്കൾ കാണാനില്ല,
അല്ലെങ്കിൽ അത്തരത്തിൽ അഴിമതി അവിടെ ശബരിമലയിൽ നടക്കുന്നു എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വന്നിരുന്നു. ഈ കേസ് ഇപ്പോൾ ഈ രജിസ്റ്റർ ചെയ്യുന്നത് ഏത് കേസായിരിക്കും ആദ്യം രജിസ്റ്റർ ചെയ്യുക? അത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഏത് കേസായിരിക്കും ആദ്യം രജിസ്റ്റർ ചെയ്യുക എന്നത് സംബന്ധിച്ച വ്യക്തമായ ഒരു സൂചന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇതുവരെ നൽകിയിട്ടില്ല. പക്ഷേ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ADGP H. വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ സമഗ്രമായി വിലയിരുത്തിയതിന് ശേഷമായിരിക്കും ഏത് കേസ് ആദ്യം രജിസ്റ്റർ ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ തന്നെ FIR രജിസ്റ്റർ ചെയ്യുമെന്നായിരുന്നു ആദ്യം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയ ദേവസ്വം മന്ത്രി അടക്കം മാധ്യമങ്ങളോട് സംസാരിച്ചത്. പക്ഷേ ഇന്നലെ ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അത് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഇന്ന് തന്നെ ഏറ്റവും വേഗത്തിൽ ആ നടപടികൾ പൂർത്തിയാക്കാനാണ് സാധ്യത. FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ വിവാദ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ മൂരാരി ബാബു ഉൾപ്പെടെ 9 ഉദ്യോഗസ്ഥർ, അതായത് ദേവസ്വം ബോർഡിലെ മുൻ ജീവനക്കാർ ഉൾപ്പെടെയുള്ള 9 ഉദ്യോഗസ്ഥർ ഈ കേസിൽ പ്രതികളാകും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതായത് ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നടന്ന ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെയാണ് ഈ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത്. സ്വർണ്ണപ്പാളി തട്ടിപ്പ് അവിടെ നടന്നിരിക്കുന്നത്. 474 ഗ്രാം സ്വർണം അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പത്തിൽ പൂശാനുള്ള സ്വർണം അത് ഉരുക്കിയെടുത്ത് ഈ 474 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് വിവരം. അത് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം വിശദമായ ചോദ്യം ചെയ്യലും തുടരന്വേഷണവും നടത്തുക. നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് ഈ തട്ടിപ്പിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ആ ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം കൃത്യമായ നടപടി ഉണ്ടാകും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് അവരെ കൂടി പ്രതി ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. എന്തായാലും FIR ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യും. അങ്ങനെയെങ്കിൽ അന്വേഷണവും വേഗത്തിൽ തന്നെ ആരംഭിക്കാനാണ് സാധ്യത. പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ S. ശശിധരനാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. ADGP H. വെങ്കടേഷ് ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ സമഗ്രമായി വിലയിരുത്തിയതിനു ശേഷമായിരിക്കും ഏത് കേസിൽ ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യണം, ഏത് പരാതിയിൽ ഏത് ആരോപണത്തിൽ ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ശരി, ഡാൻ കുര്യനാണ് വിശദവിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച യുവമോർച്ച പ്രവർത്തകർ അറസ്റ്റിൽ. മുഖ്യമന്ത്രി താമസിച്ചിരുന്ന തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിലേക്കാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. Get